അല്ലേ? വ്യഭിചരിക്കരുതെന്ന് പറയുമ്പോൾ എടാ വ്യഭിചരിക്കരുത്, അന്യ പെണ്ണിനോട് കൂടെ നടക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ, ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിനോട് അടുക്കുന്നത് പോലും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നിസ്സാരം കളിയാക്കൽ. പെണ്ണെ നീ ഒന്ന് തല മറക്കടി, തല പോയിട്ട് വേറെ ഒന്നും മറക്കടില്ല, തുറന്നിട്ടുണ്ടടക്കാം. പടച്ചോനെ, നമ്മുടെ കാലഘട്ടം എത്ര മോശമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഒരു ഹദീസ്, ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ റോഡിൽ കടന്ന് വ്യഭിചരിക്കും അത്രേ. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കടന്ന് വ്യഭിചരിക്കും. അന്ന് ആൾക്കാർ പറയും ഒന്ന് മാറിക്കടന്നൂടെ എന്ന് ചോദിക്കുന്നു. ഇത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരത്തെ ആണിന് വേറെ പെണ്ണിന് വേറെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആണിന് വേറെ ബെഞ്ച് പെണ്ണിന് വേറെ ബെഞ്ച്. ഇപ്പൊ പറയുന്നു ഒരുമിച്ചിരുന്നോളെ, എന്നിട്ട് പരസ്പരം ചർച്ച ചെയ്യണം. സ്കൂളിൽ പഠിക്കുന്ന 7ലും 8ലും 9ലും 10ലും പഠിക്കുന്ന ആണും പെണ്ണും ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യണം. മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചല്ല, മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല, രാജ്യത്തിനോടുള്ള സ്നേഹത്തെ കുറിച്ചല്ല. ഉസ്താദന്മാരിക്കണോണ്ട് ഞാൻ പറയണില്ല എന്തിനെ കുറിച്ചാണെന്ന്. എന്നിട്ട് അതിന്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കണം. അത് ഏറ്റവും വലിയ വിഷയം. ടീച്ചർമാർക്കൊക്കെ ഇപ്പോഴാ പണിയായ. കുട്ടികളോട് ഇതിന്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ അത് ചെയ്താ പ്രയോജനമുണ്ട്, ഇങ്ങനെ ഇതാ പ്രയോജനമുണ്ട് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. പാവമല്ലല്ലോ ഒരു പെണ്ണ് സ്വമനസാൽ ഒരുത്തനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കേസ് പോലും ഇല്ല. കെട്ടിയവൻ വല്ലവും പോയി ആ പെണ്ണിനെ തല്ലിയ ഓനകത്ത്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ ഗതികേട് നോക്കിയിട്ട് സഹോദര, കാലം എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്ക്. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്താൽ കളിയാക്കോ നമ്മളെ. എടാ മോനെ മുടി വെട്ടടാ, മോനെ നല്ലപോലെ നടക്കടാ. ഉസ്താദിന് ഫാഷൻ എന്താണെന്നറിയാവോ? ആര് ജുബയും തൊപ്പിയിട്ടുകൊണ്ട് താടിയും വളർത്തിട്ട് നടക്ക, വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾക്ക്. ഉസ്താദിനെ പരിഹസിക്ക. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ നല്ല കോലം. ഉമ്മ പുറകിലോട്ട് വളർത്തുന്നു, നിന്റെ മോൻ മുമ്പോട്ട് വളർത്തുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. മുടി ഇങ്ങനെ വളർത്തിയിരിക്ക, പെയിന്റ് പഠിച്ച് ഇങ്ങനെ നടക്ക മക്കള്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പിന്നെ പറയണ്ട. എടാ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ളത് ഔറത്താടാ ചെറുപ്പക്കാരാ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താ. നീ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം, തുറന്നിട്ടുകൊണ്ട് നടക്കരുത്. കീറിയ പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്നവനോട് എന്ത് ഔറത്താ വാപ്പ, അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരന്റെ തുട മൊത്തം കീറിയിട്ടിരിക്കുക. സാധു കീറിയ പാൻറുമായിട്ട് നടക്കുന്നു. വാപ്പ നീ വലിയ വണ്ടിക്കകത്താ ജീവിക്കണേ. നീ നടക്കുന്നത് ബെൻസിലും മോഡിയിലും ഫോർച്യൂണലും ക്രിസ്റ്റായിക്കകത്ത് കറങ്ങി നടക്ക. മോൻ ഇങ്ങനെ ഫക്കീറിനെ പോലെ ദരിദ്രവാസിയെ പോലെ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഇല്ലേ, ഈ പെണ്ണുങ്ങളൊക്കെ ഈ തുണി കഴിവുന്ന സമയത്ത് ഈ കീറിയ പാൻറ്റൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ തയ്ക്കുമായിരുന്നു. ഞാനൊക്കെ നമ്മളൊരു ബട്ടൻസ് പോയാൽ പോലും പണ്ടത്തെ ഉമ്മയും നമ്മുടെ ഉമ്മയും നമ്മുടെ പെങ്ങന്മാരൊക്കെ ആ ബട്ടൻസ് പോലും തയ്ക്കും. ഇപ്പൊ കീറിയ സുബ്ഹാനല്ലാഹ്, മോന്റെ കീറിയ പാൻറ് പടച്ചോനെ സർവ്വതും കീറിക്കിടക്കുന്നു. ഒന്ന് തച്ചു കൊടുക്കാമെന്നുള്ളൊരു ബോധം പെണ്ണിനില്ല, ഉമ്മയ്ക്ക് പോലും ഇല്ലാതെ പോയി. എന്തൊക്കെ കോലങ്ങളിലാണ് നടക്കുന്നറിയുന്ന തുമ്മത്ത്. പടച്ചോനെ, എടാ നീ അള്ളാനെ പേടിച്ച് ജീവിക്കട. എടാ ഹറാമ് തിന്നരുത്, ഹറാമ് കഴിക്കരുത്, ഹറാമിന് കൂട്ടുനിൽക്കരുത്. 25 കോടിയുടെ ലോട്ടറി എടുക്കുന്നവനോടാ ഇത് പറയണേ. ഓണബമ്പർ അടിക്കാൻ 500 കൊടുത്തിട്ട് ഞാൻ ചിന്തിക്കണം സഹോദര, എടാ പണ്ട് ഒരു മുസ്ലിമിന്റെ അടുക്കൽ ലോട്ടറിയുമായിട്ട് ആരും വരാറില്ല, പ്രത്യേകിച്ച് ഉസ്താദന്മാരെടുത്ത് വരാറില്ല. ജുബയും തൊപ്പിയും ഇട്ട ഒരു മനുഷ്യന്റെ അടുക്ക വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരും ചോദിക്കത്തില്ല. കാരണം എന്ത്? അവർക്കറിയാം ഇത് നമുക്ക് ഹറാമാണെന്ന്. ഞാൻ 2 ആഴ്ച മുമ്പ്, സ്ഥലം പറയണില്ല, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണ ഓണ ബമ്പറാ 25 കോടിയാണ്. ഞാൻ ആ അമ്മയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾക്ക് ഇത് എടുത്തുകൂടാ? അമ്മയുടെ മറുപടി കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. അതാ മറുപടി. ആ അമ്മ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളുടെ ആളുടെ കടയിലെ ഏജന്റാ, ഞാൻ അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു മുസ്ലിം കാക്കാടെ കടയിലെ ഏജന്റായി അമ്മ. ഇവര് വണ്ടി വരുമ്പോ വണ്ടിയിൽ വിൽക്കുന്ന ചേച്ചി അമ്മയാ. നിങ്ങളുടെ ആളുടെ കട, അപ്പൊ അവർക്ക് എടുക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ? ഇങ്ങനെ ആയി മാറിയടോ. 25 കോടി എന്ന് കേൾക്കപ്പോ നീ ഓടുവാ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ബിസ്മില്ല ലക്കി സെന്റർ എന്നാ പല കടയുടെയും പേര്. ബർക്കത്തിന് വെച്ചിരിക്ക. ബർക്കത്തിന് ലോട്ടറി കടയുടെ പൊട്ടനാവല്ലട ജനാദി. എടാ ലോട്ടറി പലിശ എന്ന് പറയുന്ന സാധനം ഒരിക്കലും സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല. ആദ്യം അത് കേക്ക്. ചിലപ്പോ അടിച്ച അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും, അത്രേ ഉള്ളൂ.
സമ്പത്ത് ഒരിക്കലും നിന്റെ ലോട്ട് ഈ പലിശ എന്ന് പറയുന്ന പൈസ ഒരിക്കലും നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല. അടങ്കലോടെ കൊണ്ടുപോകത്തേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് ലോൺ എടുത്തപ്പോൾ നിനക്ക് തിരിഞ്ഞില്ലേ? ലോൺ എടുത്തവർക്ക് അത് തിരിയല്ലോ. പണയത്തിന് കൊണ്ടുവച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, തിരിഞ്ഞില്ല ഇതുവരെ. ഒരിക്കലും അത് വർധനം ഉണ്ടാക്കത്തില്ല. അതേക്കുറിച്ച് പറയുമ്പോൾ നിസ്സാരം. അള്ളാനെ പേടിച്ച് നടക്ക്. ഇന്നത്തെ മനുഷ്യന്മാരോട് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ഇതൊക്കെ പറയുമ്പോ പുച്ഛമോ, അമ്മാർക്ക് വേറെ പണിയൊന്നുമില്ല, നടന്നു കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാ പടച്ചവനെ കല്യാണങ്ങൾ, ആർഭാട വിവാഹങ്ങൾ. പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി, പിറ്റേ ദിവസം കല്യാണം. ഇപ്പൊ ചുമന്ന കല്യാണം, വെള്ളക്കല്യാണം, കറുപ്പ് കല്യാണം, ഒടുക്കത്തെ കല്യാണം, സർവ്വതും കല്യാണം. എന്നിട്ട് ഏറ്റവും വലിയ വിറ്റെന്തെന്നറിയോ? ഈ കബറിലേക്ക് കാല് നീട്ടിയിരിക്കണ താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്ത്. അതാ മനസ്സിലാക്കണ്ടേ. കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മാമ്മമാര് ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള. എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും ആടുക. കുറെ കാലം ചാമ്പലായിരുന്നു, ചാമ്പി നടന്ന് കുറെ എണ്ണം. പള്ളി കമ്മിറ്റിക്കാർ വരെ ചാമ്പുമായിരുന്നു. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ കസേരയിൽ ഇരിക്കും. പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ. കുറെ കാലം അങ്ങനെ ആയിരുന്നു. ആണും പെണ്ണും ചാമ്പിക്കല്ലാണോ? നിന്നേക്കാ അള്ള എടുത്തിട്ട് ചാമ്പെന്നൊരു ദിവസം വരാനുണ്ട്, ഓർത്തു വെച്ചോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പടച്ച റബ്ബ് പറയാ, അള്ളാനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ട് എന്തു വേണമെങ്കിലും കാണിച്ചോ, ഒരു പ്രശ്നമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളത് കുടിക്കാം. നിനക്കതിനുള്ള സ്വാതന്ത്ര്യം അള്ള തന്നിട്ടുണ്ടല്ലോ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അള്ള പറഞ്ഞുവിടാ, ഈ കാണുന്ന വഴി കൂടെ പോയാൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം. ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി കൂടെ പോയാൽ എന്തു തോന്നിവാസവും കാണിക്കാം. ഒരുത്തരും നിന്നോട് ചോദിക്കാൻ വരില്ല. പക്ഷേ ഇതിന്റെ അവസാനം നീ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇത് രണ്ടും നിനക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെരഞ്ഞെടുത്തോ, എന്തു വേണമെങ്കിലും ചെയ്തോ. തലയിൽ കയറി ഇരിക്കണോ, ഉടുതുണിയില്ല നടക്കണോ, എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അള്ള പറയുകയാ, ഖുർആനിലെ ഒരായത്ത് റബ്ബ് പറയുന്നുണ്ട്, നീ ഓർത്തു വെച്ചോ. എടാ, ഏതൊക്കെ ആയത്ത് മറന്നുപോയാലും വാപ്പയോടും പറയുന്നു, ഉമ്മയോടും പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഇത് അള്ളാഹുടെ ഭീഷണിയാണ്. ഇത് അള്ളാഹു നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വലിയ മുന്നറിയിപ്പാ. അള്ളാഹു പറയുകയാണ്, ഏതായത്തെന്നറിയുമോ? ഏത് മറന്നാലും കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പടച്ചവനെ ഓണമൊക്കെ വരിക, ഇനി തുടങ്ങാൻ പോകുകയാണ്. ആഘോഷങ്ങളുടെ ദിനങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും ശിആറുകളും ഒക്കെ ഞാനും നിങ്ങളും മറക്കാൻ തുടങ്ങുമ്പോ, എടോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരന് സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അവളോട് പ്രണയം തോന്നുകയാ. ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാൻ പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട മോനെ, നീ യുദ്ധത്തിന് വന്നതാണ്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോ സുന്ദരിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്ന് തന്റെ മോഹം പറയുകയാണ്. ആ ജൂതപ്പെണ്ണ് പറയുകയാ, നീ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാൽ നമുക്കൊരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയാ. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മതം മാറി പെണ്ണ് കെട്ടി സുഖജീവിതം തുടങ്ങി. യുദ്ധം പോലും പരാജയപ്പെട്ട് സ്വഹാബികൾ തിരിച്ചു വന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് മതം മാറി പെണ്ണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ. അവനെ കുറിച്ചും അറിയണമല്ലോ, പഠിച്ചവനെ കണ്ടുപിടിക്കുകയാ. അവസാനം അവന്റെ അടുക്കൽ ചെന്നു, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. പിരിയാ സമയമായപ്പോ അവിടെ
എന്ന് ചോദിച്ചു ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, 114 സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് ഓർമ്മ വേണമടാ. മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവന്, കള്ളും കഞ്ചാവും അടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന്, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടികെട്ട് നടക്കുന്ന മുസ്ലിം പണ്ട്. ആര് പറഞ്ഞാലും മഗ്‌രിബ് കഴിഞ്ഞാ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ്, എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങള്, നീ ഏതായത്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തും അറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതായത്തും മറന്നാലും മറക്കല്ലേ. ഇത് ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഇത് നീയൊക്കെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓൻ തോടിയ എവിടെ വരെ ഓടും. നമ്മള് നാടൻ ഭാഷ പറയുമല്ലോ, എടാ ഓൻ തോടിയ എവിടെ വരെ ഓടും. അല്ലാഹു പറയുകയാ, നീ പോയാ എവിടെ വരെ പോകും. അല്ലാഹു പറയുകയാ, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇത് അല്ലാഹു പറഞ്ഞതാ. നീ എവിടെ പോയാലും എന്റെ മുന്നിൽ വരുവടാ. നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ വാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നിസാരമാക്കുന്ന നിന്നെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുകയും നിനക്ക് ഉറപ്പായിട്ടും നിനക്ക് കഠിന ശിക്ഷ അല്ലാഹു തന്നിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ഖുർആനിനെ സാരമാക്കി കാണുമ്പോ അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പറയുന്ന 3ാമത്തെ ശിക്ഷ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവന് അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോപ്പാ? ഉണ്ടോ? എവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ല എന്നാ പറയണേ, ഉണ്ടെന്നൊരുത്തനും പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിരിവിനൊക്കെ പോകാൻ സങ്കടം ഉസ്താദ്. പിരിവിന് പോകുമ്പോൾ, ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് പൈസ കൈ വെച്ചോളാം. കാരണം എന്തേ? പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ. വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട്, കോടീശ്വരനാ, അവനാ ഇരുന്ന് ദാരിദ്ര്യം പറയണത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ലാന്നാ. ഉണ്ടെന്ന് ആരും പറയണില്ല. പൈസയൊക്കെ എവിടെ പോണെന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചുമ്മാതെ കള്ളം പറയാന്ന് സൂക്ഷിക്കണം കേട്ടോ. പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയരുത്. പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല. വീടിന്റെ അലമാരിക്കകത്ത് പൈസ ഉണ്ട്, അള്ളാണോ ഒന്നും ഇല്ല പഠിച്ചവനെ, ഒന്നുമില്ല. അള്ളാഹ് അതിനകത്ത് വലിച്ചങ്ങിട്ട് കാക്കുമാറാകട്ടെ പഠിച്ചവൻ. എടോ, നീ ആദ്യം മനസ്സിലാക്കേണ്ടെന്ന് 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും. കാരണം നിന്റെ നാവ് നിനക്കറിയില്ല.
നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ചില പണ്ടൊക്കെ ചില ഉമ്മാമ്മമാരുണ്ട്, അവരിങ്ങനെ വാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ച് നിൽക്കുക, വല്ലാത്ത കൊല. അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്തൊരു കൊലയാടാ ബോക്കറ ഇത്, പടച്ചവനല്ല, ഒരൊറ്റ പറച്ചല. അവിടെ ഒരു കൊല നിന്നതിന്റെ അസറ് പോലും പിന്നെ കാണാറില്ല, കരിഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാ പറഞ്ഞത്, കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത്. സ്വന്തം മുഖം കണ്ണാടി നോക്കിയിട്ട് പടച്ചോനെ എനിക്ക് എന്നാ ഗ്ലാമർ പറയരുത്. കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയുക എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല നിന്നെ അങ്ങനെ ആക്കിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ രണ്ട് എപ്പോഴും മലക്കുകൾ കൂടെ ഉണ്ടാകുന്നു. നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട്. നീ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണ് ആമീൻ പറഞ്ഞാൽ നീ എത്തിങ്ങാനായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട. എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളൂ, ഉള്ളപ്പോ തരാം, അന്തസ്സല്ലേ. എന്തിനീ കള്ളത്തരം പറയണേ? എന്തിനാ? തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്ന കള്ളം. നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നബി ഉമ്മസലമയാണെന്ന് തോന്നുന്നു റളിയല്ലാഹു തആല അൻഹ. മഹാൻ മഹദിയുടെ വീട്ടിലേക്ക് എങ്ങാണ്ട് നബി ഒരിക്കൽ പോകുമ്പോ വീടിന് പുറത്ത് നിന്നിട്ട് കുട്ടി കളിച്ചോണ്ടിരിക്കുക. ഉമ്മ പറഞ്ഞു, ഇങ്ങ് വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാം. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമ്മസുലി നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചേ? ഒന്നുമില്ല നബിയെ, ഒരു കാരക്ക ഇരിക്കുന്നു, അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു. നബിതങ്ങൾ പറഞ്ഞു, നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉമ്മ പറയാ, മൊബൈല് തരാം, വാടാ, നിനക്ക് അത് പേടിച്ചു തരാടാ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റും. കൊടുക്കുവോ? കൊടുക്കത്തില്ല. എന്തിനാടോ? ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും, ഇതുകൊണ്ട് അത് ഞാൻ പിടിച്ചു തരായി ചോറുണ്ടായി. ഖിയാമത്ത് വരാ തള്ളത് പിടിച്ചു കൊടുക്കൂ. ചുമ്മാതങ്ങ് പറയാ, ഇതൊക്കെ കള്ളം പറഞ്ഞതായി എഴുതുമെന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയതുപോലെ പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. തികയുന്നില്ലടോ, അത് പറഞ്ഞാൽ മതി. പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട്, തികയുന്ന. ഈ വയല് കേൾക്കാൻ വന്നില്ല. ഈ ഉറൂസിന്റെ അവസാന ദിവസം, ഈ ആണ്ട് നേർച്ചയുടെ അവസാന ദിവസം നിങ്ങൾ സിറായിന്റെ വയല് കേൾക്കാൻ വന്നതാണോ? അല്ല. ഈ ഇരിക്കുന്നതിൽ 99% പേരും വന്നത് സമാധാനമില്ല, കച്ചവടം ഇല്ല, രോഗം, ബുദ്ധിമുട്ട്, പ്രയാസം. മഹാന്റെ ഉറൂസല്ലേ, വന്നിരുന്നാ ചിലപ്പം മാറിയാലോ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ഇതിനാ നമ്മൾ വന്നത്. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. എടോ, ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസമാധാനമാണ്. ഇത് പൈസ കൊടുത്താൽ കിട്ടുമോ? കിട്ടത്തില്ല. ഇത് അള്ള തരണം. നിനക്ക് കിട്ടൂല, കടത്തിണ്ണി കിടക്കുന്നവന് ചിലപ്പോൾ അത് കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുടിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല. ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും. 500 1000 കിട്ടും. രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടിയിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും പുളിസെല്ലാം കൂടെ മേടിച്ചങ്ങോട്ട് അടിക്കും. എന്നിട്ട് ലവ് ബേഡ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണാച്ചിയും പെണ്ണുമ്പിള്ളയും കൂടെ വരും. ഏതെങ്കിലും ഒരു കടത്തിണ്ണ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണേ. അവർക്ക് കരണ്ട് ബില്ലില്ല, വാടകയില്ല, ടെൻഷനില്ല. കൊട്ടാരം കാണുമ്പോ അസൂയയില്ല, ഒന്നുമില്ലടോ. ഓന്റെ ആ ജീവിതം. നീയോ കോടീശ്വരനാ. നീ ഈ നാട്ടിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു കൊട്ടാരം പണിതിട്ട് AC റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? സമാധാനം ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ? ഉസ്താദെ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം? കന്നിമൂലയ്ക്കല്ലടാ ചങ്ങാതി കുഴപ്പം. ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ? ഉസ്താദെ, വാതിൽ അങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ? കക്കൂസ് ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ? അടുക്കള അങ്ങോട്ടാ നിൽക്കണം, പിന്നെ എങ്ങോട്ട് നിൽക്കണം? നിന്റെ നെഞ്ചത്തോട്ട് നിൽക്കണം. ആണ് ഇപ്പൊ വസ്വാസിൽ ഖന്നാസായി മാറിയിരിക്കപ്പോ എല്ലാത്തിനും. കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കന്നിമൂലയൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. കന്നിമൂല കഴബാലയത്തിന് പോലും ഉണ്ടല്ലോ, അത് ഇല്ല. ഇത് മാത്രമല്ലടോ വിഷയം. ഇത് മാത്രമല്ല വിഷയം. നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക്. അള്ളാഹു എന്നിട്ട് പരിഹരിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ അടിസ്ഥാന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു. വേദനയുടെ ഗുളിക കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും, അത്രയേ ഉള്ളൂ. പിന്നെയും വരും. എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറൂ. ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൽ ചേർന്ന് കിടക്കുന്നു. പക്ഷെ കണ്ടാ കീരിയും പാമ്പിനെ പോലെ. സ്നേഹമില്ല, അടി. പടച്ചവനെ, ദേശീയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാ. എന്നാ വിളിക്കണമെന്നറിയോ? കബറി കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല. അങ്ങനത്തെ
പടച്ചവനെ കേസ് കൊടുക്കും. അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും, എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ് വരെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അടിച്ചേക്ക് ആ മനുഷ്യൻ നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അദ്ദേഹം വരെ പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുന്ന കാര്യം ഇതാ. എന്നാ ഉമ്മ ചോദിക്കും, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ. ഉമ്മ തന്നെ ചോദിക്കുന്ന, എടാ നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ തല്ലുന്ന എന്തിനാടാ? എടോ നമുക്ക് പൈസ ഉണ്ട്, തിന്നാ വയറ് നിറയുന്നുണ്ടോ? മട്ടൻ മന്തി തിന്നിട്ടും നിറയുന്നില്ല. എടാ കേറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറക്കമില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? അല്ല പറഞ്ഞു, ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം. അല്ല തരൂല. നിന്റെ ദുനിയാവ് അല്ലാഹു ഞെരുക്കമാക്കും, ഇടുക്കിക്കളയും. നിന്നെ സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. കാരണം നീ അള്ളാന്റെ കലാമിനെ കളിയാക്കിയവനാ. റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിർത്താറായ? 10 മണിയായി. നിർത്താറായ? പിന്നെ ഇതിനെ വാച്ച് പൊക്കി നോക്കണേ. ഞാൻ പറഞ്ഞില്ല ഞാൻ 10:30 നിർത്തും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.